ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ, നമുക്കിന്നൊരു പിക്നിക് ഉണ്ടെന്ന്, വൺ ഡേ പിക്നിക്. അപ്പം ഞങ്ങളത് പോകാനായിട്ടൊക്കെ റെഡിയായി. 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് സ്കൂളിൽ നിന്ന് പോകണം. അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പം ഞങ്ങൾ സ്കൂളിൽ ചെന്നു 2-3 കാറിലൊക്കെ ആയിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി പോയത്. ഞങ്ങളാണ് ലാസ്റ്റ് വണ്ടി, ബാക്കി എല്ലാവരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കുഞ്ഞിന് കാറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ദൂരമാണെങ്കിലും കുഴപ്പമില്ല, വഴക്കുണ്ടാക്കുകയൊന്നുമില്ല കേട്ടോ. പാവം ഇരുന്നോളും. ഇങ്ങനെ ഫ്രണ്ടിലിരിക്കാനായിരുന്നു ഇഷ്ടം, ഇടയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സീറ്റിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായിരിക്കുക. പിന്നെ അവിടെ ചെന്നു. അവിടുന്ന് കുറേ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണമായിരുന്നു. അവിടെ ഒരു അമ്പലമാണ്, സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടത്തൊരു അമ്പലമാണ്. പിന്നെ എനിക്ക് അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കാനാണ്. ഇത് കണ്ടോ, അത് പോകുന്ന വഴിക്കാണ്. നോക്കുമ്പോൾ കണ്ടോ വെള്ളമാണ് കാണുന്നത്, കൃഷിയൊക്കെ. ശരിക്കും നമ്മൾ കാൽവരി മൗണ്ടില്ല, നമ്മുടെ രാമക്കൽമേടില്ലേ, അവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ കാണത്തില്ല, തമിഴ്നാടൊക്കെ പോലെ. അതുപോലെ അങ്ങനെ കൃഷിയുടെയൊക്കെ ഇതാണ് കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ അവർ കളിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്, അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് വശത്തോട്ട് നമ്മൾ ചെല്ലുന്നത്. അപ്പം ഞാനവിടെ കൊച്ചിരിക്കുന്നതിന് ഞാനവിടെ കളിയാക്കിയതാണ്. ദേ ഒരു മങ്കി ഇരിക്കുന്നതെന്ന് പറഞ്ഞേ. അവൻ ഫ്രണ്ടിലോടിയിട്ട് ഇതുപോലെ ഇരിക്കാനുള്ള ബെഞ്ചുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ഞങ്ങളവിടെ ചെന്നു കേട്ടോ, മോളിൽ ചെന്നു കുറച്ച് നേരം അതിലേക്ക് കയറി തന്നെ വേണം നമുക്ക് ആ ഒരു അമ്പലം കാണാൻ. അതിൻ്റെ പുറകെ കൂടി പോകണം താഴോട്ട് പോകാനേ. നമ്മൾ ഈ കുരിശുമലയൊക്കെ കയറിയിട്ട് ഇറങ്ങുന്ന പോലെ വഴിയാണ് താഴോട്ട്. അപ്പം ഞാൻ മൊബൈലിൽ നോക്കുന്നുണ്ട്. സാറിനോട് പറഞ്ഞു കേട്ടോ, മൊബൈൽ നോക്കാതെ വഴി നോക്കി വരാനേ അവരുടെ. അപ്പം ഞാൻ ശരിക്കും അതാണ് ഈ മൊബൈലിൽ നോക്കാതെ പോകുന്നതുകൊണ്ട് ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത്. കാരണം നമുക്ക് ഈ കല്ല് തെന്നുന്നതല്ല. അപ്പോൾ ശരിക്കും അങ്ങനെ വീഡിയോയിൽ നിന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നേ. പിന്നെ ഞാൻ നിങ്ങളെല്ലാം കാണിക്കണമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ ഇതും കൂടി ഇട്ടത്. ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫുകളായിട്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ താഴെ വന്നിട്ട് ഇങ്ങനെ റോഡ് പോലെ, പക്ഷേ ഇങ്ങനെ കല്ലുകളാണ് കേട്ടോ. ഇങ്ങനെ കുറേ ദൂരം നടന്നു പോകണം. പിന്നെ നമ്മൾ ഇടുക്കിക്കാർക്കൊന്നും ഇങ്ങനത്തെ വഴികളൊന്നും പുത്തിരിയല്ലല്ലോ. ഇത് നമ്മുടെ ഇടുക്കി ചെറുതോണിക്കാരിയായിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു ഇവിടെ വന്നു. ഇവിടെ ഇത് കണ്ടോ, ഒരു വലിയ കുളമാണേ. കുളത്തിൻ്റെ സൈഡ് അവിടെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ, മറന്നുപോയി. ഇവിടെ ഒരു വലിയ ശിവലിംഗത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. ശിവലിംഗത്തിൻ്റെ ഈ സ്റ്റാച്ചു ഇതുണ്ട്. അത് ഈ മധ്യപ്രദേശിലെ ഏറ്റവും വലിയതാണെന്നാണ് അവിടുത്തെ ഒരു സാർ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നേ. എന്താണ് ഇത് ഓരോന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ. ഇതെല്ലാം ടീച്ചേഴ്സാണ് കേട്ടോ, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ചിരിച്ച് പോന്നു. എൻ്റെ സിസ്റ്റേഴ്സുണ്ട് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ശിവലിംഗത്തിൻ്റെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ മാറി അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്ക് ഇതുപോലെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ളതുണ്ട്. പിള്ളേർ കളിക്കുന്നതിനേക്കാളും ഞങ്ങളുടെ കൂടെ പിള്ളേരില്ലായിരുന്നു, ആകെയുള്ളത് 2 കുഞ്ഞു പിള്ളേരായിരുന്നു. ഒന്ന് നമ്മുടെ കുക്കും ഒന്ന് നമ്മുടെ മിക്കും. വേറെ ടീച്ചേഴ്സൊന്നും അങ്ങനെ പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നേ. അപ്പം ഇവർ കളിക്കാൻ പിള്ളേരില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് കളിച്ചു. നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കരുതല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അതിലൊക്കെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അവന് മിക്കുവിന് പേടിയൊന്നുമില്ല കേട്ടോ. അവൾ കയറി നിൽക്കുക. ഞാൻ പറഞ്ഞു, നിന്നെ ഇന്ന് ഞാൻ യൂട്യൂബിലിട്ട് വൈറലാക്കുമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തതാണ്. സാറ് കുറേ നേരം അവൻ്റെ കൂടെയായിരുന്നു. അവനെന്നാൽ തിരിച്ചു വരത്തുമില്ല, അവന് മുമ്പോട്ടും പോകണം, അവൻ ഇറങ്ങത്തില്ല കേട്ടോ അതിൽ നിന്ന്. അങ്ങനെ കുറേ നേരം ഒരാളുടെ കൂടെ, പിന്നെ അടുത്ത ആളുടെ കൂടെ, ആരെങ്കിലും അത് കയറുന്ന കാണുമ്പോൾ അവൻ ഓടും കേട്ടോ അത് കയറാനായിട്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞത് കണ്ടോ, കല്ലിലിങ്ങനെ ഓരോ ഫിഷ്, തവള, പിന്നെ ഓരോ കാർട്ടൂൺസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനേ. പെയിൻറ്റ് ചെയ്തേക്കുന്ന ഈ കല്ലിൽ അത് നമുക്കിങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ അവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് ചെറിയ ചെറിയ കല്ലുകളിലൊക്കെ ഓരോ കാർട്ടൂൺസൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കണ്ടോ. അത് കണ്ടിട്ട് അവന് കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടോ. ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇനാഗുറേഷൻ നാളെയാണ്, നമുക്ക് വേണ്ടി അവരിന്ന് തുറന്നു തന്നേ ഉള്ളേ. പിന്നെ ഞങ്ങൾ അന്താക്ഷരി കളിച്ചു, ഹിന്ദി ടീമും മലയാളി ടീമും തമ്മിലുള്ള അന്താക്ഷരി. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കൂട്ടുകാരി. പിന്നെ ഇത് കണ്ടു, ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടാണേ. ഇതിനകത്ത് AC വേണ്ട, ഫാനും വേണ്ട, തണുപ്പ്, നല്ല തണുപ്പ്. നമുക്ക് ചൂട് കാലത്തൊക്കെ നല്ല. ഇതിനകത്ത് ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, റെസ്റ്റ് ചെയ്യേണ്ടവർക്കൊക്കെ റെസ്റ്റ് ചെയ്യുക. അങ്ങനെ പണ്ടത്തെ രീതിയിലുള്ള സൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇരിക്കാനും. കുറേ നേരം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. ഫുഡിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെയൊക്കെ കറികൾക്കൊക്കെ വേറൊരു രീതിയാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ. അവർക്ക് മെയിൻ റൊട്ടിയൊക്കെയാണ്, പിന്നെ റൈസിലും വ്യത്യാസമുണ്ട്. പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.